ഇത് വേറെ വിശ്വാസപ്രകാരം no superstition. Nothing. പക്ഷേ again superstition ഇങ്ങനെ ആൾക്കാർ എന്താണ് ഇതിന്റെ പുറകെ ഓടുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കേ ഞാനും ഒന്ന് പോയി കണ്ടുപിടിക്കട്ടെ. അപ്പോൾ എനിക്കിപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ട് അതിനെക്കുറിച്ച് അറിയാനുള്ള ബിക്കോസ് സീ സൂപ്പർസ്റ്റിഷൻ പേഴ്സണൽ ചോയ്സ് ആണ്. അത് തെറ്റാണോ ശരിയാണോ എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നല്ലൊരു പാർട്ണറെ കിട്ടാൻ വേണ്ടി ഒരു മന്ത്രവാദം ചെയ്താലോ? നോ വേ. ഒരു കോഴിയുടെ കഴുത്ത് കോഴി ഓക്കെ അതാ വലിയ വലിയ മൃഗങ്ങളാണ്. മനുഷ്യന്റെ മൃഗം പറ്റില്ല. മനുഷ്യരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ലിസ്റ്റിൽ നിന്ന് തന്നെ എടുത്ത് കൊല്ലണം. അതെനിക്കറിയാം, ഒന്ന് രണ്ട് പേരെ എനിക്കറിയാം. ഒരു ലിസ്റ്റ് ഉണ്ട് അവിടെ. ഞാൻ പറയണ്ടല്ലോ, പറയണ്ട. നാട്ടുകാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. few people negative people. അപ്പോൾ വിശ്വാസിയാണോ രജനി? In God? Yes. അമ്പലത്തിൽ പോവോ? No. പോവില്ല. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും? വീട്ടിൽ അവിടെ നിന്നില്ല, ഇപ്പൊ പ്രാർത്ഥിക്കാം. എവിടെ നിന്ന് പ്രാർത്ഥിക്കാം? ഇവിടുന്ന് വേണേ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്നത് ഈസ് പേഴ്സണൽ. അഗൈൻ വിശ്വാസം, ഐ ബിലീവ് ഇൻ ഗോഡ്. ഗോഡ് എന്ന് പറഞ്ഞ പദം നമ്മൾ നൽകിയിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ഒരു കോണറ്റേഷന് വേണ്ടിയാണ്. അതിപ്പം വേറൊരു പദമാവാം, പക്ഷെ ദൈവം എന്ന് നമുക്ക് അതിനെ വിളിക്കാം ഇപ്പോൾ ഫോർ കോൺവെർസേഷൻ. ഇൻ എനർജി, പോസിറ്റീവ് എനർജി. ഇപ്പോൾ രണ്ടുപേര് ഇരിക്കുമ്പോൾ ഒരു ദർ ഇസ് ഷിഫ്റ്റ് ഓഫ് എനർജി, ഒരു വൈബ് ഉണ്ട്. അതിപ്പം അവിടുന്ന് വരുന്ന നെഗറ്റീവ് ആണെങ്കിൽ എൻ്റെ വൈബ് അത് ഡിഫിക്കൾട്ടാണ്, ഇറ്റ് വോണ്ട് ഗെറ്റ് ത്രൂ. സോ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് വരുമ്പോൾ സംടൈംസ് വി സ്ട്രഗിൾ. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ആ എൻവയൺമെന്റ് തന്നെ നെഗറ്റീവ് ആവും, യുനോ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ദോസ്. അമ്മ അമ്പലത്തിൽ പോകും. ഓ യാ. അപ്പോൾ മകള് വേണമെങ്കിൽ ഒരു സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഒരു ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഇങ്ങനെ അമ്മയുടെ കൂടെ വന്ന് അമ്പലത്തിൽ നിൽക്കണമെന്നൊക്കെ അമ്മ ആഗ്രഹിക്കാറ്. എൻ്റെ അമ്മയ്ക്ക് അകത്ത് ആഗ്രഹമൊന്നുമില്ല, എൻ്റെ അമ്മയ്ക്ക് പോലും ആഗ്രഹമില്ല. അതൊരു അത്യാഗ്രഹമായിരിക്കും അമ്മയ്ക്കറിയാം. ഈ അമ്പലത്തിൽ പോകാൻ ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും ഞാനൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ എന്നെ വലിച്ചോണ്ട് പോകും എറണാകുളത്ത് അമ്പലത്തിൽ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ ആകെ പോകുന്നത് അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്, ആ ഐസ്ക്രീം തന്നാൽ ഞാൻ വരാം. അതുകൊണ്ട് മാത്രം സ്നൂഷോ സംതിങ് ലൈക്ക് ദാറ്റ്. നോ, സ്നൂഷിൽ ചോക്കോബാർ എവറി തേഴ്സ്ഡേ. ആൻഡ് ഫൈനലി ആദ്യമൊക്കെ അമ്പലത്തിനകത്ത് പോകും, പിന്നെ വയസ്സ് കൂടിയപ്പോൾ പതുക്കെ അമ്പലത്തിൻ്റെ ആ ഒരു വരാണ്ട ഏരിയ ഇതുണ്ടല്ലോ പുറത്തിരിക്കുന്ന ഏരിയ അവിടെയാവും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പം ഞാൻ വെറുതെ പ്രദക്ഷിണം എടുക്കും, എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അമ്പലത്തിൻ്റെ പുറത്തായി, പിന്നെ ഞാൻ അങ്ങോട്ട് പോകാറേ ഇല്ലാതായി. പക്ഷേ വേറൊരു കാര്യമുണ്ട് ജെബിസ, ഞങ്ങളുടെ എല്ലാ വീടുകളും ഇപ്പം എൻ്റെ അപ്പൻ്റെ വീട് രഘുപുരത്ത് അമ്പലം അതിനകത്താണ്, എൻ്റെ വീട് പൊന്നേത്ത് അമ്പലത്തിൻ്റെ പുറകിലാണ്, എൻ്റെ അമ്മാവൻ്റെ വീടിനകത്ത് ഫാമിലി ടെമ്പിൾ ഉണ്ട്, എൻ്റെ വല്യമ്മയുടെ വീട് പൂർണ്ണത്രേശ്വരൻ്റെ അമ്പലത്തിൻ്റെ അവിടെയാണ്. ഞങ്ങളുടെ എല്ലാ ഫാമിലി ഹൗസും അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്തും അപ്പുറത്തുമാണ്. സോ ആ അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്കുണ്ട്. എന്തായാലും അമ്പലത്തിൽ പോയി ഒരു പ്രദർശനപരത ആത്മീയതയിൽ കാണിക്കാൻ രജനി ആഗ്രഹിക്കുന്നില്ല. I don't want to show purely your spirituality is purely yours. Very personal. അല്ലേ?